ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റെസ്യൂമിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. ചിലപ്പോൾ റെസ്യൂമിന് ATS സ്കോർ കാണത്തില്ല, അതല്ലെങ്കിൽ അത് ആ ജോബുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ChatGPTയുടെ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ആ ടൂളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ആ ടൂള്. വൺ ടീം റെസ്യൂം എക്സ്പെർട്ട് ആണ്. ഇതിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യേണ്ട റെസ്യൂം ഏതാണോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ജോബ് റോളിനാണോ അപ്ലൈ ചെയ്യുന്നത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറുടെ ഒരു പ്രൊഫൈലാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജോബ് പ്രൊഫൈലിന് ഈ റെസ്യൂം എത്രത്തോളം മാച്ചിങ് ആണ്, അതുപോലെ ഇതിൻ്റെ ഒരു ATS സ്കോർ എത്രയാണെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ChatGPT ടൂൾ കാണിച്ചു തരും. ഇപ്പോൾ അതിൻ്റെ ജോബ് മാച്ച് സ്കോർ വന്നിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്ത റെസ്യൂം 78% ഈ ഒരു ജോബിന് ഫിറ്റാണ്. അതുപോലെ ATS സ്കോർ നോക്കിയാലും 72% ആണ്. സാധാരണ ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സെലക്ഷൻ കിട്ടുക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു 90% എബോവ് വരുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് പുറമെ ഇതിനകത്ത് എന്തൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ട്, ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു ടൂൾ തന്നെ പറഞ്ഞുതരും. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ചേഞ്ചസോട് വരുത്തി കഴിഞ്ഞാൽ ATS സ്കോർ 90% എബോവ് പോവും. അതുപോലെ തന്നെ ജോബ് മാച്ച് സ്കോറും എബോവ് 90% ആകും. അതിനുശേഷം ഒരു ജോബിന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് ലിസ്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഡയറക്റ്റ് ChatGPTക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. ഇതൊന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് റെസ്യൂമെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം.